എറണാകുളം മലയിടം തുരുത്ത കുടിയൊഴിപ്പിക്കൽ നിർണായക യോഗം ഇന്ന് കളക്ടറേറ്റിൽ നടക്കും. എറണാകുളത്ത് സർക്കാർ മുന്നോട്ട് വെച്ച ഫോർമുലയിൽ ഇരുവിഭാഗവും നിലപാട് വ്യക്തമാക്കും. കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണ അപ്ഡേറ്റ് ചെയ്യും. ഈ വാർത്ത ലാൽകൃഷ്ണ പറയും. എസ്കെൻ, മലയിടംതുരുത്ത് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ മുന്നോട്ട് വെച്ച ഫോർമുലയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതായത് പാരിയത്തുകാവ് ഇടത്ത് തന്നെ 5 സെന്റ് വീതം 7 കുടുംബങ്ങൾക്ക് വീതിച്ചു നൽകുന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ് മുന്നോട്ട് വെച്ചത്. ഇതിൽ അന്തിമ തീരുമാനം സത്യത്തിൽ എടുക്കേണ്ടത് 2 വിഭാഗം കൂടിയാണ്. എങ്കിൽ പോലും ഭൂമിയുടെ ഉടമസ്ഥർ എന്ന നിലയ്ക്ക് ശങ്കരൻ നായരുടെ കുടുംബം എടുക്കുന്ന നിലപാട് ഇതിൽ ഏറെ നിർണായകമായിരിക്കും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടം മുതൽ തന്നെ ശങ്കരൻ നായരുടെ കുടുംബം പറയുന്നത് 1970-കളിൽ തന്നെ ഇവർക്ക് കുടികിടപ്പാവകാശമായിട്ടുള്ള 23 സെന്റ് സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇവർ വിൽപ്പന നടത്തിയതാണ്. അതിനുശേഷം ഇനി ഭൂമി വിട്ടു നൽകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. പിന്നീട് കേസ് അനുകൂലമായി വന്ന സമയത്ത് പോലും ഇവിടെ ഏകദേശം 30 സെന്റ് സ്ഥലം മറ്റെവിടെയെങ്കിലും വാങ്ങി നൽകാം എന്നൊരു തീരുമാനത്തിലേക്കും ഈ കുടുംബം എത്തിയിരുന്നു. പക്ഷേ ഇത്തരം സമവായങ്ങളോടൊന്നും യോജിക്കാൻ തയ്യാറായിരുന്നില്ല അവിടെ താമസിക്കുന്ന 7 കുടുംബങ്ങൾ എന്നുള്ളതാണ്. അവരുടെ നിലപാട് ഈ വിഷയത്തിൽ നിർണായകമാണ്. പല ഘട്ടങ്ങളിലും അവർ പറഞ്ഞത് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയില്ല, അതവരുടെ പിതൃക്കളടക്കം ഉറങ്ങുന്ന മണ്ണാണ്, അവർ ജനിച്ചു വളർന്ന മണ്ണാണ്, അതുകൊണ്ട് ഇവിടുന്ന് പോകാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ്. സമരസമിതിയും അതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിലാണ് അവസാനഘട്ട സമവായം എന്ന രീതിയിൽ 5 സെന്റ് സ്ഥലം 7 കുടുംബങ്ങൾക്ക് വീതം വീതിച്ചു കൊടുക്കുക, അവിടെയുള്ള വീട് സർക്കാർ സ്പോൺസർമാരെ കണ്ടെത്തി നിർമ്മിച്ചു നൽകും എന്ന ഫോർമുലയ്ക്ക് എത്തിയത്. ഈ വിഷയത്തിൽ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് നിലവിൽ കാണുന്നത് എന്ന് സമരസമിതി പറയുന്നുണ്ട്. പക്ഷേ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ആ 7 കുടുംബങ്ങൾ തന്നെയാണ്. അവർ അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ ആ ഫോർമുല ഈ സമരസമിതി അടക്കമുള്ളവർ അംഗീകരിക്കും. പക്ഷേ ഈ പ്രദേശത്ത് തന്നെ 5 സെന്റ് സ്ഥലം നൽകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആ ശങ്കരൻ നായരുടെ കുടുംബം എടുക്കുന്ന നിലപാട് ഇതിൽ നിർണായകമായിരിക്കും. വൈകിട്ട് 6 മണിയോടുകൂടി കളക്ടറേറ്റിലാണ് ഈ യോഗം ചേരുക. യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മാസം 16-ാം തീയതി വരെയാണ് നിലവിൽ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ കോടതിക്ക് പുറത്ത് സമവായം കണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.